വയനാട് കേണിച്ചിറയിൽ പശുക്കളെ കൊന്ന കടുവയെ മയക്കുവെടിവെക്കും. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉത്തരവിറക്കി കൂട് വെച്ച് പിടികൂടാനുള്ള ശ്രമം തുടരുകയാണ്. വിവരങ്ങളുമായി നിതിൻ പ്രഭാകരൻ ചേരുന്നു. നിതിൻ, എന്താണ് ഇപ്പോൾ ആ പ്രദേശത്തെ ഒരു അവസ്ഥ? കൂട് വെച്ച് പിടികൂടാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണോ? ലിബീഷെ, കേണിച്ചിറയിലെ നാട്ടുകാർ ഇപ്പോഴും പ്രതിഷേധത്തിലാണ്. കാരണം കടുവയുടെ സാന്നിധ്യം പ്രദേശത്ത് ഉണ്ടെന്നറിഞ്ഞത് മുതൽ തന്നെ നാട്ടുകാർ വലിയ ഭീതിയിലാണ്. കടുവയെ ഉടൻ പിടികൂടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം അരങ്ങേറിയത്. ഒടുവിൽ വൈൽഡ് ലൈഫ് വാർഡന്റെ ഉത്തരവ് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. കടുവയെ കൂട് വെച്ച് പിടികൂടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ വനംവകുപ്പ് വെടിവെച്ച് മയക്കുവെടി വെക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്നാൽ നാട്ടുകാരുടെ ആവശ്യം കടുവയുടെ ശല്യത്തിന് ശാശ്വതമായ പരിഹാരം വേണമെന്നാണ്. വനംവകുപ്പ് മന്ത്രി വയനാട് ജില്ലാ കളക്ടർ രേണുരാജുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഇത്തരത്തിൽ ഒരു ഉത്തരവ് ഇറക്കിയതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ നാട്ടുകാർ പറയുന്നത് കടുവ ശല്യം പ്രദേശത്തെ രൂക്ഷമാണ്. നേരത്തെയും ഇത്തരത്തിൽ കടുവയുടെ സാന്നിധ്യം പ്രദേശത്തുണ്ടായിരുന്നു. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് 4 പശുക്കളെ കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ നഷ്ടപരിഹാരം നൽകണമെന്ന ആവശ്യവും നാട്ടുകാർ ഉന്നയിച്ചിട്ടുണ്ട്. ഒരു പശുവിന് 30,000 രൂപ വെച്ച് നഷ്ടപരിഹാരം നൽകാമെന്ന സർക്കാർ അറിയിപ്പ് നൽകിയെങ്കിലും നാട്ടുകാരുടെ പ്രതിഷേധം ഇപ്പോഴും തണുത്തിട്ടില്ല. കാരണം അവർ പറയുന്നത് കടുവയെ പിടികൂടി അല്ലെങ്കിൽ കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടി മറ്റൊരിടത്തേക്ക് മാറ്റുന്നതുവരെ പ്രതിഷേധത്തിൽ നിന്ന് പുറകോട്ടില്ല എന്ന് തന്നെയാണ് നാട്ടുകാരുടെ തീരുമാനം. ഈ കേണിച്ചിറയ്ക്ക് പിന്നാലെ ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വാർത്ത, ബാണാസുര അണക്കെട്ടിന് സമീപത്ത് നിന്ന് കഴിഞ്ഞ ദിവസം വിനോദസഞ്ചാരികൾ പുലിയെ കണ്ടതായുള്ള വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. ഇത് പ്രദേശത്തെ ജനങ്ങളെ കൂടുതൽ ഭീതിയിലാക്കുന്നുണ്ട്. കാരണം എവിടെയെല്ലാമാണ് കടുവകൾ ഉള്ളത് എന്നതിൽ ഇപ്പോഴും വനംവകുപ്പിനും ഒരു നിശ്ചയമില്ലാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ നാട്ടുകാരുടെ പ്രതിഷേധം ഏത് തരത്തിൽ മുന്നോട്ട് പോകും എന്ന ഒരു ഭീതിയും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കടക്കം, പ്രത്യേകിച്ച് പോലീസ് ഉദ്യോഗസ്ഥർക്കടക്കമുണ്ട്. കാട്ടാനശല്യം രൂക്ഷമായ സമയത്ത് വയനാടിനെ വിറപ്പിക്കുന്ന തരത്തിലുള്ള പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. ഒരുപക്ഷെ നാട്ടുകാർ ഇന്ന് കടുവയെ പിടികൂടാൻ കഴിഞ്ഞില്ലെങ്കിൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ അത്തരത്തിൽ വലിയ പ്രതിഷേധത്തിനും സാധ്യതയുണ്ട്. എന്തായാലും ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഉത്തരവ് ഉച്ചയോടുകൂടി പുറത്തിറങ്ങിയിട്ടുണ്ട്. കടുവയെ കൂടുവെച്ച് പിടികൂടാൻ കഴിഞ്ഞില്ലെങ്കിൽ മയക്കുവെടി വെച്ച് പിടികൂടി സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാനുള്ള തീരുമാനമാണ് വനംവകുപ്പ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ലിബീഷ്, ശരി നിതിൻ.